എപ്പിസോഡ് തുടക്കത്തിൽ നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ആണ് കേൾക്കുന്നത്. ഒരു മാജിക് നൈറ്റിന് ഒരു ദിവസം പെട്ടെന്ന് തന്നെ തുടങ്ങും. കാരണം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് അവർക്ക് ഒരുപാട് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. സോ ബ്ലാക്ക് ബുള്ളിന്റെ ആ കോട്ടയ്ക്കകത്തുള്ള സ്ഥലവും ലൈബ്രറിയും എല്ലാം വളരെ നല്ല രീതിയിൽ ക്ലീൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. അവിടെയെല്ലാം ക്ലീൻ ആക്കിയതിനു ശേഷം പിന്നീട് വസ്ത്രം അലക്കണം. അതിനുശേഷം ബീസ്റ്റിനെല്ലാം ഫുഡ് കൊടുക്കണം. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി, അത് നിങ്ങളെ തന്നെ വിഴുങ്ങാൻ സാധ്യതയുണ്ട്. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ക്യാപ്റ്റൻ യാമിയുടെ ഡോറിൽ മുട്ടുന്ന ആസ്തേനെയാണ്. ഹേയ് ക്യാപ്റ്റൻ, നിങ്ങൾ അകത്തുണ്ടോ? ഹലോ ക്യാപ്റ്റൻ. ഹലോ ഹലോ. ക്യാപ്റ്റൻ യാമിയെ എഴുന്നേൽപ്പിക്കുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഹലോ ക്യാപ്റ്റൻ സാർ, എഴുന്നേക്കൂ സാർ. ക്യാപ്റ്റൻ ക്യാപ്റ്റൻ. ഹലോ ഡേയ്, ആരടാ അവിടെ വെച്ചുണ്ടാക്കുന്നേ? ഇത് കേട്ടതും അവിടെ നിന്നും കണ്ട വഴി ഓടുവാണ് ആസ്ത. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽപ്പിക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞേ? ഒരു മാജിക് സ്ക്വാഡില് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ക്യാപ്റ്റനെ സമാധാനിപ്പിക്കാൻ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. ഓ, എല്ലാ ദിവസവും വളരെ നല്ല രീതിയിൽ കഷ്ടപ്പെടണം. രാവിലെ എഴുന്നേറ്റ് ഇവിടെയുള്ള ജോലിയെല്ലാം ചെയ്യണം. ഞാൻ വിചാരിച്ച പോലെയല്ല. മാജിക് നൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടമുള്ള ജോലിയാണ്. ഒരു മിനിറ്റ്, ചർച്ചിലായിരുന്ന സമയത്തും ഞാൻ ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നേ. അവിടെ ഇവിടെ നിൽക്കുന്ന തമ്മില് ഇപ്പൊ എന്താ വ്യത്യാസം? ഈ മാജിക് നൈറ്റിന്റെ ശരിക്കുള്ള ജോലി അപ്പൊ എന്താ എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. അങ്ങനെ അവിടെയുള്ള എല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഹേയ് നോയൽ, എന്റെ കൂടെ ക്ലീനിങ് ചെയ്യാൻ നീ എന്താ ഹെൽപ്പ് ചെയ്യായിരുന്നേ? എന്ത്, നീ എന്നോട് ക്ലീനിങ് ചെയ്യാനോ? ഞാനൊരു റോയൽറ്റിയാ. ഓ, അതിനെന്താ കുഴപ്പം? നീയും എന്റെ കൂടെ ഇപ്പൊ ചേർന്നതല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും നീയും ചെയ്യണം. ഹേയ്, ഞാൻ ഇതുവരെ ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു ചെയ്യണം എന്ന് കരുതി നമ്മളെല്ലാവരും ഇപ്പൊ ഒരു ടീമാണ്. ഇതിനൊരു ടീം വർക്ക് വളരെയധികം ഇമ്പോർട്ടന്റാ. ഓ, എന്നെ കൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ റോയൽറ്റിയാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് നോയൽ. ഒരു മിനിറ്റ്, ഈ മാജിക് നൈറ്റ് എന്ന് പറഞ്ഞാ എന്താ സംഭവം എന്ന് ചോദിക്കുകയാണ് ആസ്ത. എന്ത്, നിനക്കത് അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മേഘന ടെൻഷൻ ആവുന്നു. ഈ രാജ്യത്തെ തന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് നമ്മളാണ്. ഈ ലോകത്തിൽ തന്നെ വളരെ മാസ്സായിട്ടുള്ള ജോലി നമ്മുടേതാണ്. അപ്പോ കാര്യങ്ങളൊന്നും അറിയാതെയാണോ നീ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് എന്നും പറഞ്ഞ് ആസ്തയെ ചുമരിൽ പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുകയാണ് മേഘന. ഹേയ്, ആരെങ്കിലും മേജിക് സ്ക്വാഡ് എന്താണെന്ന് ഇവനൊന്ന് പറഞ്ഞു കൊടുക്ക. ഏമ, നിന്നെ കൊണ്ട് പറ്റില്ലേ എന്ന് ചോദിക്കുകയാണ് മേഘന. അതിനെന്താ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ഇവിടെയുള്ള സിറ്റിസൺസിനെ എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം. അവരുടെ എല്ലാവരുടെയും പ്രൊട്ടക്ഷന്റെ ഉത്തരവാദിത്വം നമുക്കാണ്. ഈ ജോലി നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ സൂപ്പർ ആയിട്ടുള്ള ഗോഡ് ഡ്യൂട്ടി ഒക്കെ നമുക്ക് കിട്ടും. അത് വളരെ വലിയൊരു കാര്യമാ, അറിയോ നിനക്ക് എന്ന് ചോദിക്കുകയാണ് ഏമ. ഓ, അങ്ങനെയാണോ? ഹേ ആസ്ത, ഇതിൽ മനോഹരമായിട്ടുള്ള വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശത്രുക്കളോട് ഇതുപോലെ ഫൈറ്റ് ചെയ്യാൻ പാടൂ, ഇത്ര നേരം ഫൈറ്റ് ചെയ്യാൻ പാടൂ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എങ്ങനെ എത്ര നേരം വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം. എല്ലാത്തിനേക്കാൾ ഇത് വളരെ കഴിവേറിയിട്ടുള്ള ഒരു കരിയറാണ്. എന്റെ സിസ്റ്ററിന് ഇത് കാരണം ഒരുപാട് മര്യാദ കിട്ടും. കണ്ടോ, ഇവളെ കാണാൻ ഒരു ഏഞ്ചലിനെ പോലെയല്ലേ? ഈ ജോലി വെച്ച് ഇവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യും. എന്നാ ഒരു കാര്യം നിങ്ങൾ ഓർമ്മിച്ചു വെച്ചോ, നിങ്ങളുടെ ഒരു രോമം ഇവരുടെ മേത്ത് തട്ടിയാ നിങ്ങളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. അത് ശരി, നിങ്ങൾ എന്താ ചെയ്യാ? ഗേൾസിന്റെ ലെഫ്റ്റും റൈറ്റും ഒക്കെ നോക്കി നടക്കുന്ന എനിക്ക് വേറെ എന്ത് ജോലിയാടാ വേണ്ടേ എന്ന് പറയാണ് ഫിൻഡ്രൽ. സോ ഇത് കേട്ട് അവർ രണ്ടുപേരും അവനെ തന്നെ നോക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും നിനക്ക് പറഞ്ഞുതരാം, കാരണം നമ്മളെല്ലാവരും ഫ്രണ്ട്സ് അല്ലേ എന്ന് പറയുവാണ് അഗ്രീപ്പ. പെട്ടെന്നാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ചാർമി അവിടെ ഒച്ച വെക്കുന്നത്. എന്ത് പറ്റിയടാന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്താണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡ് എല്ലാം കഴിഞ്ഞു പോയിരിക്കുന്നു. എന്റെ 80% വയറ് മാത്രമേ നിറഞ്ഞുള്ളൂ, എനിക്ക് ഇനിയും ഫുഡ് വേണം എന്ന് പറഞ്ഞ് അവളുടെ മേജിക് ഉപയോഗിച്ച് 3 ആടുകളെ അങ്ങോട്ട് കൊണ്ടുവരുന്നു. അവരെ ഉപയോഗിച്ച് വളരെയധികം രുചികരമായിട്ടുള്ള ഫുഡ് എല്ലാം തന്നെ കുക്ക് ചെയ്യിപ്പിക്കുന്നു. ഇതോ കണ്ട് കിളി പോറ്റി നിൽക്കുവാണ് ആസ്തയും നോവലും. ഇതേ സമയമാണ് ഗ്രേ അങ്ങോട്ട് വരുന്നത്. അവന്റെ മാജിക് ഉപയോഗിച്ച് ആസ്തയെ പോലെ അവൻ രൂപം മാറുന്നു. നമ്മൾ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ആദ്യത്തെ മിഷൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും എന്ന് അവൻ എവിനോട് പറയുന്നു. സോ അവിടെ ഇരിക്കുന്ന എല്ലാവരും വളരെയധികം ഡിഫറെന്റ് ആണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാവുന്നു. എന്നാൽ ഇപ്പോഴും അവരവിടെ എന്താ ചെയ്യണ്ടേ, എന്തിനാ അവരിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ എന്ന കാര്യം അവർക്ക് മനസ്സിലാവുന്നില്ല. പെട്ടെന്നാണ് അവിടെയുള്ള ഡോറും തല്ലിപ്പൊളിച്ചുകൊണ്ട് ക്യാപ്റ്റൻ യാമി അങ്ങോട്ട് വരുന്നത്. മേഘ്ന, വാ പോകാം. യെസ് യാമി സാർ എന്ന് പറഞ്ഞ് മേഘ്ന അവിടെ നിന്നും പോകുന്നു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിക്കുകയാണ് ആസ്ത. ഒരു മിഷൻ വന്നിട്ടുണ്ട്. എന്ത്, ഒരു യഥാർത്ഥ മേജിക് സ്ക്വാഡ് മിഷൻ ആണോ? ഞാനും വരട്ടെ? ഹേ ഇല്ല, ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിഷനാണ്. കുട്ടികളെയൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. ഇവരെങ്ങോട്ടാ പോകുന്നേ എന്ന് ചിന്തിക്കുകയാണ് ആസ്ത. സോ തലസ്ഥാനത്തെ അണ്ടർഗ്രൗണ്ട് ബ്ലാക്ക് മാർക്കറ്റിലോട്ടാണ് അവർ വന്നിരിക്കുന്നത്. അവിടെയുള്ള കാസിനെ പോലെയുള്ള ഒരു സ്ഥലം. നിങ്ങൾ രണ്ടുപേരും ഇതോടെ തീർന്നടാ. നോക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും ചേർന്ന് കാർഡ് കളിക്കുവാണ്. ബെറ്റ് വെച്ച് കളിച്ച ആ കളിയിൽ അവരുടെ എല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെടുന്നു. ബെറ്റ് വെച്ച് അണ്ടർവെയർ പോലും ഇല്ലാതെയാണ് ഇപ്പൊ അവർ അവിടെ നിൽക്കുന്നത്. ഇല്ല, ലാസ്റ്റ് ആയിട്ട് നമുക്കൊരു ഗെയിം കൂടി കളിക്കാം. എന്നാ ഇതിൽ ഒറ്റൊരു ഓഫർ. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എന്റെ സാധനങ്ങളെല്ലാം നീ എനിക്ക് തിരിച്ചു തരണം. എന്നാ നീ വിജയിച്ചു കഴിഞ്ഞാൽ എന്റെ ക്ലോവർ ഞാൻ നിനക്ക് തരും.
ഇല്ല, നിങ്ങൾക്കത് ബെറ്റ് കെട്ടാൻ പറ്റില്ല. ഹേയ് ക്യാപ്റ്റൻ, നിങ്ങൾ എന്ത് ചെയ്യുന്നേ എന്ന് പറഞ്ഞ് മാഗ്ന അവരോട് ടെൻഷൻ ആവുന്നു. മിണ്ടാണ്ടിരിക്കും മാഗ്ന, നീ നിന്റെ പരിധി കടക്കുന്നുണ്ട്. ശരി, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്ന ഒരു കാര്യം നീ തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. എന്ത് പറയുന്നു എന്ന് അപ്പൂപ്പൻ ചോദിക്കുന്നു. ഹേയ്, ഇതെന്താ ഒരു ഗെയിമാണോ? ഞങ്ങളെ കൊണ്ടൊന്നും ഇതൊരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്ന് മാഗ്ന അവരോട് പറയുന്നു. ശരി, ഞാൻ റെഡി എന്ന് പറയാണ് യാമി. ഏയ്, യാമി ഇതിന് സമ്മതിച്ചിരിക്കുന്നു. എന്ന് വെച്ചാ ഇത് വലിയൊരു കാര്യമാണ് എന്ന് പറയാണ് മാഗ്ന. സോ അവസാനത്തെ ഗെയിമിന് വേണ്ടി അവർ കാർഡ് ഷഫിൾ ചെയ്യുന്നു. ശരി, കാണിച്ചു തരാടാ എന്ന് പറയാണ് അവർ. അങ്ങനെ സമയം വൈകുന്നേരം ആവുകയാണ്. അവിടെയുള്ള മോൺസ്റ്റേഴ്സിനെല്ലാം ഫുഡ് കൊടുക്കാൻ വേണ്ടി പോവാണ് ആസ്ത. അതൊരു മോൺസ്റ്റർ ഫുഡിന്റെ കൂടെ അവനെയും വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. ഹേയ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യടി. ഹേയ്, ഞാനൊരു റോയൽറ്റിയാ, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. സോ അതിന്റെ കയ്യിൽ നിന്നും തലനാരയാക്കി രക്ഷപ്പെട്ട ആസ്ത ഒന്ന് ശ്വാസം വിടുന്ന സമയത്താണ് ക്യാപ്റ്റൻ യാമിയും മാഗ്നയും ചിരിച്ചോണ്ട് അങ്ങോട്ട് വരുന്നത്. ഹേയ് ക്യാപ്റ്റൻ യാമി, എന്തായാലും നിങ്ങൾ അവിടെ വെച്ച് വേറെ ലെവലായിരുന്നു എന്ന് മാഗ്ന പറയുന്നത് കേട്ട് മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് വരുവാണെന്ന് വിചാരിക്കുവാണ് ആസ്തയും നോവലും. അപ്പോഴാണ് അവരാ കാര്യം ശ്രദ്ധിക്കുന്നത്. ക്യാപ്റ്റൻ യാമിയും മാഗ്നയും ഡ്രസ് ഒന്നും ഇട്ടിട്ടില്ല. ആ വയസ്സായവൻ റോയൽ ഫ്ലാഷിലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒറ്റയടിക്ക് എന്നെ നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞു. എനിക്ക് ആദ്യം തന്നെ അറിയാമായിരുന്നു, എത്രയൊക്കെ ശ്രമിച്ചാലും അവനെ തോൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. അപ്പോഴാണ് ആസ്തയോട് മാഗ്ന ആ കാര്യം പറയുന്നത്. ഞാനിനി പറയാൻ പോകുന്ന കാര്യം നിനക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിന്റെ ആദ്യത്തെ മിഷന് വേണ്ടി നീ തയ്യാറായിട്ടിരുന്നു. സോ അവരുടെ ആദ്യത്തെ മിഷൻ എന്ന് പറയുന്നത് സാസി വില്ലേജിലോട്ട് പോയി അവിടെയുള്ള കുറച്ച് പന്നികളെ പിടിക്കുക എന്നുള്ളതാണ്. ഇത് കേട്ട് നോയൽ ആകെ ഇല്ലാണ്ടാവുന്നു. എന്റെ ഈ ഒരു കൈ മതി അതിനെ ഇല്ലാതാക്കാൻ എന്ന് ആസ്തയും പറയുന്നു. ഇല്ല, അതങ്ങനെ ചെയ്യാൻ പറ്റില്ല, അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എന്ന് പറയാണ് മാഗ്ന. സോസി ഗ്രാമത്തിലുണ്ടായിരുന്ന തലവന്റെ കൂടെ ഞങ്ങൾ തോറ്റുപോയി, അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. എന്ത്? അപ്പൊ നിങ്ങൾ പോയ മിഷനില് നിങ്ങൾ തോറ്റെന്നാണോ പറയുന്നേ? അത് മിഷനൊന്നുമല്ല, കാർഡ് സ്കീം ആയിരുന്നു. അതിൽ പരാജയപ്പെട്ടതുകൊണ്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന എല്ലാം മേടിച്ചു വെച്ചു. ഇത് കേട്ട് ആസ്തയും നോവലും അവരെ തന്നെ നോക്കുന്നു. എന്നാ അവന്റെ നല്ല മനസ്സുകാരൻ ഞങ്ങളുടെ റോബ് അവൻ ഞങ്ങൾക്ക് തിരിച്ചു തന്നു. നിങ്ങളല്ലേ അവരുടെ കൂടെ ഗെയിം കളിച്ച് അതിൽ നിങ്ങൾ തോറ്റുപോവുകയും ചെയ്തു. അപ്പൊ ഇതെല്ലാം നിങ്ങളല്ലേ ചെയ്യേണ്ടത് എന്ന് നോയൽ മുഖത്ത് നോക്കി ചോദിക്കുന്നു. എന്ത്? യാമി ഒരു ക്യാപ്റ്റനാണ്, അവരൊരിക്കലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങളെ പോലെയുള്ള കുറച്ചു പേരെ ഇവിടെ വെച്ചിരിക്കുന്നേ. ഹേയ്, നിങ്ങളിത് ചെയ്യുന്നോ അല്ലെങ്കിൽ എന്റെ കൈ കൊണ്ട് മരിക്കുന്നോ? തീരുമാനം നിങ്ങളുടേതാണ് എന്ന് യാമി പറയുന്നു. ഇത് കേട്ട് പേടിച്ച് അവർ ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. സോ എന്തായാലും കുഴപ്പമില്ല, തന്റെ ആദ്യത്തെ മാജിക് മിഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് ആസ്ത അവിടെ സന്തോഷിച്ചിരിക്കുന്നു. എന്നാ എന്നെ എന്തിനാ ഇവരിതിനെ അയക്കുന്നേ? എന്നെ കൊണ്ട് എന്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങൾക്കറിയാം. എന്നിട്ടും ഹേയ്, ഇത് തന്നെയാണ് അതിലത്തെ പോയിന്റ് തന്നെ. ഇതുപോലത്തെ ചെറിയ ചെറിയ മിഷൻസ് മാത്രം നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അത് നിങ്ങളെ കൊണ്ട് നന്നായി ചെയ്യാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, നിങ്ങളെ പോലെ പുതുതായിട്ട് വന്ന പിള്ളേർക്ക് ഇത് തന്നെ വലിയ വിഷയമാണ്. പിന്നീട് ഇവർക്ക് പോകാൻ വേണ്ടി സാസി വില്ലേജിലോട്ട് ഒരു പോർട്ടൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറയാണ് ഫിൻഡറിനോട്. എന്നാ അവനെ കൊണ്ട് അതിന് പറ്റില്ലെന്ന് അവൻ പറയുന്നു. ഹേയ്, ഞാൻ നിന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയോ എന്നല്ല ചോദിച്ചേ, ചെയ്യെന്നാ പറഞ്ഞേ. ഇല്ല, പറ്റില്ല. പോവാത്ത സ്ഥലത്തോട്ട് എന്നോട് പോവാൻ പറയുന്നു, അതെന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഫിൻഡറൽ അവിടെ നിന്നും പോകുന്നു. ഓ, ഇവരോടൊക്കെ സംസാരിക്കുന്നത് വെറും വേസ്റ്റ് ആണ്. ബ്രൂം എടുത്തുകൊണ്ട് ഇവിടെ നിന്നും പോകുന്നതാ നല്ലത് എന്ന് പറയാണ് മാഗ്ന. മാഗ്ന സാർ, എന്നെ കൊണ്ട് പറക്കാൻ പറ്റില്ല എന്ന് ആസ്ത വിളിച്ച് പറയുന്നു. എനിക്കും പറ്റില്ല എന്ന് നോയലും പറയുന്നു. ഡേയ്, നീയൊക്കെ എന്താ കളിക്കാണോടാ? ഇത്രയും വലിയ സെലക്ഷനിൽ പാസ്സായിട്ട് നീ ഇത്രയും വലിയ സ്ഥലത്തോട്ട് വന്നിരിക്കുന്നു, എന്നിട്ട് ഇതുപോലത്തെ ചെറിയ കാര്യം പോലും ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞില്ല എന്റെ കയ്യിൽ മേജിക് പവർ ഇല്ലെന്ന്. ഡേയ്, ഇതിന് മാത്രം അഭിമാനിക്കാൻ എന്താ ഇതിനകത്തുള്ളേ? അവനെ പോലെ തന്നെ എനിക്ക് എന്റെ മാജിക് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ എന്നെ കൊണ്ട് പറക്കാൻ പറ്റില്ല. ഏത് നേരത്താണാവോ ഇതെല്ലാം എടുത്ത് തലയെ വെക്കാൻ തോന്നിയത്. ശരി, വേറെ വഴിയില്ല. എന്റെ കുട്ടിയെ കാണാൻ നിങ്ങൾ തയ്യാറല്ലേ? സോ ഇതാണത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാഴ്ചവെക്കാൻ പോകുന്നത്, ക്രേസി സൈക്ലോൺ. സോ ഒരു ബ്രൂമിനെ മോഡിഫൈ ചെയ്ത് വേറെ ലെവലാക്കി മാറ്റിയിരിക്കുകയാണ് മാഗ്ന. ഇത് കണ്ട് ആസ്തയ്ക്ക് ഒരുപാടധികം ഇഷ്ടപ്പെടുന്നു. എന്തുപറ്റി? നിനക്കൊന്നും പറയാനില്ലേ? നീ എക്സൈറ്റഡ് ആയില്ലേ? സത്യം പറയാലോ, ഇത് കണ്ട പെറ്റ തള്ള സഹിക്കൂല എന്ന് പറയാണ് നോയൽ. ഇത് കേട്ട് ആസ്തയും മാഗ്നയും ഒരു നിമിഷം അവളെ തന്നെ നോക്കുന്നു. അങ്ങനെ അവർ മൂന്നുപേരും അതിൽ കയറി പറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കുറച്ചു നേരമായിട്ടും അത് അനങ്ങാത്തത് കണ്ട് നിങ്ങളെ കൊണ്ട് ഇതിന് പറ്റൂലേ? ശരിക്കും ഇത് പറക്കോ എന്നൊക്കെ ചോദിക്കുകയാണ് നോയൽ. ഡേയ്, സത്യം പറയാലോ, ഈ പെണ്ണ് എന്നെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. എന്റെ ബേബിയുടെ പവർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മാഗ്ന അത് പറപ്പിക്കാൻ തുടങ്ങുന്നു. താഴ്ന്നു പറക്കുന്ന ആ ബ്രൂം റോക്കറ്റ് പോലെ പെട്ടെന്ന് ആകാശത്തോട്ട് കുതിക്കുന്നു. എന്റെ ബേബിക്ക് ഇപ്പോഴും പഴയ സ്റ്റാമിന എല്ലാം ഉണ്ട്. 3 പേരെ വെച്ച് സിമ്പിൾ ആയിട്ടല്ലേ പറക്കുന്നേ. സോ വളരെ വേഗത്തിൽ പോകുന്ന മാഗ്ന ആസ്തയോട് പിടിച്ചിരിക്കാൻ വേണ്ടി പറയുന്നു. ഇത് കേട്ട അവൻ നോയലിന്റെ മേത്ത് കയറി പിടിക്കുന്നു. ഡേയ്, എന്നെ എന്തിനാടാ ടച്ച് ചെയ്യുന്നേ? ഇതൊക്കെ തെറ്റാ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ തള്ളി താഴെ ഇടുന്നു. ആകാശത്തു നിന്നും താഴോട്ട് വീണോണ്ടിരിക്കുന്ന ആസ്തയെ പെട്ടെന്ന് മാഗ്ന വന്ന് രക്ഷിക്കുന്നു.
പിന്നീട് നമ്മൾ കാണുന്നത് സാസി വില്ലേജ് ആണ്. അവിടെ ഉണ്ടായിരുന്ന കാട്ടിൽ പെട്ടെന്നൊരു പോർട്ടൽ ഓപ്പൺ ആവുന്നു. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്, പെട്ടെന്ന് ജോലി ആരംഭിക്കുക എന്ന് അതിൽ നിന്നും ഇറങ്ങി വന്ന ഒരാൾ പറയുന്നു. നോക്കുന്ന സമയത്ത് വലിയ വലിയ കാട്ടുപന്നികൾ ഇവർക്ക് ചുറ്റും നിൽക്കുന്നുണ്ട്. അതുവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് അയാൾ തന്റെ മാജിക് ഉപയോഗിച്ച് ഇതിനെ മുഴുവനായിട്ടും ഐസ് ആക്കി മാറ്റുന്നു. അതിവിടെ തന്നെയുണ്ട്, ആ മാജിക് സ്റ്റോൺ തേടി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ അയാൾ അയാളുടെ കൂടെ വന്നവരെ പറഞ്ഞു വിടുന്നു. പിന്നീട് സാസി വില്ലേജിന് നേരെ അയാൾ ഊതുന്നു. ഐസാക്കി മാറ്റിയ ആ കാട്ടുപന്നിയെ അങ്ങ് പൊട്ടിച്ചില്ലാതാക്കുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഇതൊരിക്കലും മിസ്സാവരുത്.